മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഹാനോയിന്ന് നിംബിനിലേക്ക് പോവുകയാണ്. ഒരു 1 day ടൂർ പാക്കേജ് ആണ് നമ്മൾ എടുത്തത്. രാവിലെ പോയിട്ടുണ്ടെങ്കിൽ രാത്രി തിരിച്ചു വരുന്നത് മാതിരി. ഓൾമോസ്റ്റ് ഒരു 5 days നമ്മൾ ഹാനോയിലാണ് സ്റ്റേ ചെയ്തത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാനോയിന്നാണ് നമ്മൾ സാപ്പയിൽ പോയത്, ഹാനോയിന്നാണ് നമ്മൾ ഹാലോങ് ബേയിൽ പോയത്, ഹാനോയിന്നാണ് നമ്മൾ നിംബിനിൽ പോകുന്നത്. ഇപ്പൊ രാവിലെയാണ് നമ്മുടെ ടൂർ സ്റ്റാർട്ട് ചെയ്തത്. 7 o'clock വന്ന് നമ്മളെ റൂമിൽ നിന്ന് അവർ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അപ്പം ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു, കാരണം ഞാൻ നല്ല രീതിയിൽ ഉറക്കം തോന്നിയിരിക്കുകയായിരുന്നു. ഞാൻ മാത്രമല്ല, അജയ് ആണെങ്കിലും. കാരണം എല്ലാ ടൂർ പാക്കേജസും ഏർലി മോർണിംഗ് ഇവർ വന്ന് നമ്മളെ പിക്ക് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാനോയിന്ന് ഓൾമോസ്റ്റ് ഒരു 2 hours ഡ്രൈവ് നിംബിനിലേക്കും ഉണ്ട്. ഹാലോങ് ബേ പോലെ തന്നെ നിംബിനിലേക്കും ഹാനോയിന്ന് ഒരു 2 hours ഡ്രൈവ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ഉള്ളത് ഹാനോയിന്ന് സാപ്പയിലേക്കാണ്. അത് ഓൾമോസ്റ്റ് ഒരു 5 to 6 hours ഉണ്ട്. അപ്പം സാപ്പയിൽ നമ്മൾ 2 days സ്റ്റേ ചെയ്തിട്ടാണ് തിരിച്ച് ഹാനോയിലേക്ക് വന്നത്. പക്ഷെ നിംബിനിൽ നമ്മൾ 3 സ്ഥലത്താണ് പോകുന്നത്. നമ്മുടെ ടൂർ ഗൈഡ് നല്ല അടിപൊളിയായിട്ടുള്ള പയ്യനാണ്. അവന്റെ പേര് ഡ്രാഗൺ എന്നാണ്. പക്ഷെ ഡ്രാഗൺ അവന്റെ പേര് ഡ്രാഗൺ എന്നല്ല പറഞ്ഞു, അവന്റെ പേരിന്റെ മീനിങ് ആണ്. പക്ഷെ ഡ്രാഗൺ പൈലി എന്നൊക്കെ അവനുണ്ട്. ഞാൻ പകുതി ഇവിടെ ഉറക്കത്തിലായിരുന്നു. അയ്യോ, ഉറങ്ങാത്ത ഒരാള്. ഞങ്ങൾ രണ്ടുപേരും നല്ല ഉറക്കത്തിലായിരുന്നു. ഇപ്പൊ ബസ് ഇവിടെ ഒരു ചെറിയ സ്റ്റോപ്പ് ചെയ്തതാണ്. ഒരു 1.5 hours ഡ്രൈവ് കഴിഞ്ഞ് ബസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്തതാണ്, ചെറിയ കുട്ടി ബ്രേക്കിന്. അപ്പൊ പോയിട്ട് എന്തെങ്കിലും ചായയോ കാപ്പിയോ എന്തെങ്കിലുമൊക്കെ കുടിക്കട്ടെ, എന്നിട്ട് വേണം വീണ്ടും കിടന്നുറങ്ങാൻ. അത്യാവശ്യം ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കാനൊന്നും ഫുഡ് മേടിച്ചില്ല. ജസ്റ്റ് ഈ ഒരു കരിമ്പിൻ ജ്യൂസ് വാങ്ങി കുടിക്കുക ചെയ്തത്. നാട്ടിലത്തെ മാതിരി ഒന്നും അല്ല കേട്ടോ. ഇവിടുത്തെ കരിമ്പിൻ ജ്യൂസ് ഭയങ്കര ടേസ്റ്റുമാണ്. പിന്നെ അതേപോലെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ ജ്യൂസ് എല്ലാം കുടിച്ച് ഇതേ ബസ്സിൽ കയറിയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. ബസ് കയറിയിട്ട് ഞാൻ കിടന്ന് ഉറങ്ങാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഉറങ്ങാനൊന്നും തോന്നിയില്ല. ഞാനിങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. നിംബിൻ ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ. വിയറ്റ്നാമിലെ സിറ്റി പോലെയോ ടൗൺ പോലെയോ ഒന്നുമല്ല, കുറച്ചുകൂടി നേച്ചറായിട്ട് കണക്റ്റഡ് ആയിട്ടൊരു പ്ലേസ് ആണ് നിംബിൻ. എനിക്ക് സാപ്പ് പോലെയാണ് ശരിക്കും തോന്നിയത്. എങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും കുറേ മൗണ്ടെയിൻസും പിന്നെ അതേപോലെ ഫുൾ ഗ്രീനറി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നിംബിൻ. നമ്മൾ ഫസ്റ്റ് തന്നെ പോകുന്നത് ഒരു ടെമ്പിളിലേക്കാണ്. ഒരു ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിളിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് ഒരു ചെറിയ ബൈസൈക്കിൾ റൈഡാണ്. അതായത് ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഈ ടെമ്പിളിലേക്ക് പോകുന്നത് ഈ സൈക്കിൾ ഓടിച്ചിട്ടാണ്. ക്യാമറയും സാധനങ്ങളും കുറേയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്തായാലും ബൈസൈക്കിൾ റൈഡിന് പോയിട്ടില്ല. അജയ് മാത്രമാണ് പോയത്. നമ്മുടെ ഗൈഡും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ ഫസ്റ്റ് പോകുന്നത് ടെമ്പിളിലാണ്. ഹ്വാലു എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ഒരു ഏൻഷ്യൻ ആയിട്ടുള്ള ടെമ്പിളാണ് കേട്ടോ. ഹ്വാലു തന്നെയാണോ ഈ സ്ഥലം പ്രൊനൗൺസ് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അജയ് ഇതേ സൈക്കിൾ ആയതുകൊണ്ട് മുന്നേ തന്നെ വേഗം പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നടന്നാണ് പോകുന്നത്. കാരണം നമ്മുടെ കയ്യിൽ ഡ്രോണും ക്യാമറ ബാഗും എല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ സൈക്കിൾ റൈഡ് ഓപ്റ്റ് ചെയ്തില്ല. ഈ ചേട്ടനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. ഈ പുള്ളി എന്താണ് ഈ പശുവിനെ വെച്ച് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. പശുവാണോ കാളയാണോ എന്നുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ എന്തായാലും അതിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ല. അത്യാവശ്യം കുറച്ചുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ടെമ്പിളിന്റെ അകത്തേക്ക് പോവാം. കാരണം നമ്മുടെ ഗൈഡിനാണ് കൂടുതലും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തേക്ക് പോവാം. അപ്പം നമ്മുടെ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇത് ജസ്റ്റ് ഒരു അമ്പലം മാത്രമാണ്. നമ്മുടെ നാട്ടിലത്തെ അമ്പലം പോലെ കുറെ കുളമുണ്ട്, കുറെ ആൽമരമുണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡ് ആയതുകൊണ്ട് മാക്സിമം ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ മലയാളികളും മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ഉണ്ട്. പിന്നെ ഡ്രോണിൽ അത്യാവശ്യം നാട്ടിലുള്ള അമ്പലങ്ങളൊക്കെ കണ്ടെടുത്തിട്ടാണ് ആൾക്കാർ വിയറ്റ്നാമിലെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമാണ്. പക്ഷെ നല്ല രസമാണ് കേട്ടോ. നമ്മള് ഇതേ ചെമ്പകം ഉണ്ട്, പിന്നെ ദേ ചെമ്പകം വീണ്ടും ഉണ്ട്, ഇപ്പുറത്ത് വേറെ ചെമ്പകം ഉണ്ട്. ഞാനൊന്ന് വ്ളോഗ് എടുത്തിരണമെന്ന് പറഞ്ഞപ്പോൾ അജയ്ക്ക് ഭയങ്കര ക്ഷീണിരുന്നു. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ അജയാണ് ഫുള്ള് സംസാരിക്കുന്നത്. അങ്ങനെ വേണം, ഗുഡ് ബോയ് ആണ്. വേറെ ഒന്നുമല്ല, അത്യാവശ്യം നല്ല ചൂടുണ്ട്. പിന്നെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പം നമ്മൾ തിരിച്ച് എന്താ പറയുക ബസ്സിന്റെ അവിടേക്ക് പോവാണ്. ഇവര് സൈക്കിള് ഓടിച്ച് വന്ന ആൾക്കാര് നമ്മുടെ ഡ്രാഗൺ പറഞ്ഞത് അവര് വേറെ ഏതോ ഒരു റൂട്ടുണ്ട്. ആ റൂട്ട് കൂടെ കുറച്ച് നേരം ഒരു 15 minutes കൂടെ ഒരു സൈക്കിൾ റൈഡ് ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ എന്തായാലും ബസ്
ക്രൂസിൽ പോവാണ്. പിന്നെ എനിക്ക് അജയ് നിന്റെ അടുത്ത് പറയാനുള്ളത് മര്യാദയ്ക്ക് തിരിച്ചു വന്നോളാം കേട്ടല്ലോ. ഇന്നലെ ഹാലോങ് ബേയിൽ നിങ്ങൾക്കറിയാലോ 30 minutes ആണ് ഇവന് വേണ്ടി വെയിറ്റ് ചെയ്തത് ക്രൂസ്. എന്നിട്ട് ആ ക്രൂസ് എന്നെ ഇറക്കി വിട്ട് വേറെ ക്രൂസിൽ കയറ്റേണ്ട ഒരു അവസ്ഥയാണ്. ഞാനത് നമ്മുടെ ഡ്രാഗന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ അവരെല്ലാരും പറഞ്ഞിട്ടുണ്ട് കാരണം അജയ് മറ്റേ ഡ്രോണ് മാതിരി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഹോം ലൊക്കേഷൻ അപ്ഡേറ്റഡ് ആണ്. ഓക്കെ ബൈ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ബസ്സിന്റെ അങ്ങോട്ടേക്ക് പോകാം. നെക്സ്റ്റ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലഞ്ചാണ്. വിയറ്റ്നാമീസ് ഡിഷസ് ആയിരുന്നു കൂടുതലും ലഞ്ചിന് ഉണ്ടായിരുന്നത്. വെജും നോൺ വെജും എല്ലാം ഉണ്ട്. പിന്നെ അതേപോലെ സുഷി, സൂപ്പ്, പിന്നെ അതേപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാലഡ്സ്, ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ ഡിഷസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫുഡെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അജയുടെ വീഗൻ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അജയുടെ പ്ലേറ്റ് എപ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. കാരണം ഇതുപോലെ പല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവൻ എടുത്തുകൊണ്ട് വരിക. എനിക്കങ്ങനെ ഇതൊന്നും എടുക്കാനുള്ള ക്ഷമയൊന്നുമില്ല. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഡിഷസ് ഉണ്ടെങ്കിൽ ഞാൻ അതെല്ലാം കൂടെ പ്ലേറ്റിൻ്റെ അകത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ എൻ്റെ ഫുഡ് അടി പരിപാടി ഞാൻ തീർക്കും. കാരണം ഞാൻ ഫുഡ് വളരെ സ്പീഡിൽ കഴിക്കുന്ന ഒരാളാണ്. അജയുടെ മാതിരി സമയം എടുത്ത് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളൊന്നല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ ഏർലി മോർണിംഗ് നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട്. നമ്മൾ ടൂർ പാക്കേജസ് എടുക്കുമ്പോൾ എപ്പോഴും ഫുഡ് ഇതുപോലെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവരുടെ ഫുഡാണെങ്കിലും 1-2 ഡിഷസ് ആയിരിക്കത്തില്ല, കൂടുതലും ബുഫേ ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ എല്ലാ ടൈപ്പ് ഓഫ് ഫുഡുകളും ഉണ്ടാവും. പക്ഷേ ഇവിടെ കൂടുതലും വിയറ്റ്നാമീസ് ഫുഡാണ് അവർ പ്രൊവൈഡ് ചെയ്തത്. വെജും നോൺ വെജും സീ ഫുഡും എല്ലാം ഉണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ചിട്ടാണ് ഇനി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ലഞ്ച് എല്ലാം കഴിച്ചിട്ട് ബോട്ട് റൈഡിന് പോവാണ്. ഇവിടെ 2 സ്ഥലത്ത് ബോട്ട് റൈഡ് ഉണ്ട്. ആദ്യത്തെ സ്ഥലത്തിന്റെ പേരെന്താണ്? ട്രാങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ബോട്ട് റൈഡ് ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 3 hours ആണുള്ളത്. ഞങ്ങള് പോകുന്നത് ട്രാംകോക്ക് എന്ന് പറഞ്ഞ ടാംകോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ബോട്ട് റൈഡ് എടുത്തത്. അതാകുമ്പോൾ നമ്മള് റൈസ് പാഡിയുടെ നടുക്കൂടെയാണ് നമ്മുടെ ബോട്ട് റൈഡ് വരുന്നത്. അതും ഓൾമോസ്റ്റ് ഒരു 3 hours ആണെന്നാ പറഞ്ഞത്. 2.5 hours ആണെന്നാ പറഞ്ഞത്. അപ്പം നമ്മുടെ കൂടെ വന്ന ആൾക്കാർ ഇപ്പൊ 2 ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇവിടെ ട്രാൻകോ എന്ന് പറഞ്ഞ സ്ഥലത്തും, അത് കഴിഞ്ഞിട്ടുള്ള ഗ്രൂപ്പിലുള്ള, അതായത് ഞങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാർ ടാംകോ എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് വരുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ പ്രൊനൗൺസ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റൈസ് പാഡി അത് ഹാർവെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞോ അതെല്ലാം ഇതായോ എന്നുള്ള ഒന്നും അറിയത്തില്ല. പക്ഷെ ജൂൺ മന്ത് ആ ഒരു ടൈം ആകുമ്പോഴാണ് റൈസ് പാഡിയുടെ ആ ഒരു റിയൽ ബ്യൂട്ടി കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ടാംകോ അവിടുത്തെ ബോട്ട് റൈഡ് ചൂസ് ചെയ്തത്. കാരണം റൈസ് പാഡിയുടെ നടുക്കൂടെ ഇങ്ങനെ ബോട്ട് ഓടിച്ചു പോകുന്നത് നല്ലൊരു ഫീൽ ആണല്ലോ. പിന്നെ അതുമല്ല ആ ബോട്ടിൽ നമ്മൾ 2 ആൾക്കാരെ കയറത്തുള്ളൂ. ഇവിടെയുള്ള ബോട്ട് റൈഡിൽ 4 പേര് വെച്ചിട്ടാണ് കയറുന്നത്. അപ്പൊ മറ്റേത് നമുക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ സാപ്പ് പോലെയൊക്കെ ആയിട്ടാണ് എനിക്ക് ഇവിടെ നിൻബിൻ ഫീൽ ചെയ്തത്. കാരണം റൈസ് പാഡിയും പിന്നെ അമ്പലങ്ങളും പിന്നെ അതേപോലെ റിവേഴ്സ്, മൗണ്ടെയിൻസ് ഒക്കെ ഹാലോങ് ബേ പോലെയല്ല. നമ്മളിതേ ബോട്ട് റൈഡിനൊക്കെ ഫുൾ സെറ്റായി. ഈ തൊപ്പി അവര് തന്നാണ്. അജയ്ക്ക് ഫുള്ള് മഞ്ഞാണ്, മഞ്ഞ. ബോട്ട് റൈഡിന്റെ അങ്ങോട്ടേക്ക് പോവാണ്. നമ്മുടെ ഡ്രാഗൺ പൈലി ഓൾറെഡി അങ്ങോട്ട് പോയിട്ടുണ്ട് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ നമുക്ക് ഈ തൊപ്പിയൊക്കെ ഇവർ തന്നതാണ്. നമ്മൾ ബോട്ട് റൈഡ് മാത്രമല്ല, നമ്മളൊരു 2 to 3 caves പാസ് ചെയ്ത് പോകും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ത്രില്ലിങ് പരിപാടി എന്നുള്ളത്. പിന്നെ ചിലപ്പോഴേ നമുക്ക് ഡ്രോൺ ഫ്ലൈ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ ഈ കേവ്സിൽ കൂടെയൊക്കെ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ സിഗ്നൽ കട്ടാവും എന്നാണ് ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചിലപ്പോഴേ ഡ്രോണൊക്കെ ഫ്ലൈ ചെയ്യിപ്പിക്കുള്ളൂ. എന്തായാലും ഡ്രോണൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ബോട്ട് റൈഡിൻ്റെ അവിടേക്ക് പോവാം. നല്ല ചൂടാണ് കേട്ടോ. നല്ല ചൂടെന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത ചൂടാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ലൈഫ് ജാക്കറ്റ് വേണ്ടേ? ലൈഫ് ജാക്കറ്റ് എടുക്കാം. വെറുതെ രക്ഷയില്ലാത്ത അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാനായിപ്പോയി ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി പേടിയാണ്. കാരണം എങ്ങോട്ട് നോക്കുമ്പോഴും വെള്ളം മാത്രമാണ്. എനിക്കാണെങ്കിൽ നീന്താനും അറിയത്തില്ല. അജയ് എൻ്റെ തൊട്ട് ബാക്കിലായി പോയിരുന്നത്. ആക്ച്വലി അവനായിരുന്നു ഫ്രണ്ടിൽ ഇരിക്കേണ്ടിരുന്നത്. എന്നെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. കാരണം ഈ വലിയൊരു തൊപ്പി വെച്ചതുകൊണ്ട് എൻ്റെ മുഖം കാണുന്നുണ്ടോയെന്ന് അറിയത്തില്ല. ഭയങ്കര പീസ്ഫുൾ ആണ്. നമ്മൾ ഒത്തിരി ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടെങ്കിലും നീന്തി പോകാനല്ല നമുക്ക് ഇങ്ങനെ തുഴഞ്ഞു പോകാൻ. ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതിന് ഞാൻ ഫ്രണ്ടിലായി പോയി. ശരിക്കും അജയ് ഫ്രണ്ടിൽ വരണമായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഫ്രണ്ടിലായതുകൊണ്ട് എനിക്ക് ഇത്തിരി ഒരു പേടി. കാരണം എങ്ങോട്ട് നോക്കിയാലും വെള്ളമാണ്. പക്ഷെ ലൈഫ് ജാക്കറ്റുള്ളതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഭയങ്കരമായിട്ട് വെയിലോ അങ്ങനെയൊന്നുമില്ല. കുറച്ച് നല്ല തണുത്ത ക്ലൈമറ്റ് ഒക്കെയാണ്. ശരിക്കും എൻജോയ് ചെയ്യാം. ഞങ്ങൾ 2 പേരായതുകൊണ്ട് നല്ലൊരു പ്രൈവസി. ഇവിടുത്തെ ട്രഡീഷണൽ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കാല് വെച്ചാണ് തൊഴണത്.
ഇപ്പൊ അതെ അജയാണ് ഫ്രണ്ടിലിരിക്കുന്നത്. ഞാൻ അവനെ പിടിച്ച് ഫ്രണ്ടിലിരുത്തി. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് എന്തെങ്കിലും മേടിക്കണമെങ്കിലൊക്കെ മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ ദേ ഒരുപാട് ബോട്ടിൽ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. ഇവർ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തുതരും. പക്ഷെ ചുമ്മാ എടുത്തുതരുമല്ല ചെയ്യുക, നല്ല പൈസയാവും. ഒരു 100 VND ഒക്കെ വരും. നമ്മുടെ ഗൈഡ് നമ്മുടെ ഡ്രാഗൺ പൈലി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അടുത്തുനിന്ന് ഫോട്ടോയും ഇതൊന്നും എടുക്കരുത്, ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നുള്ളതെന്ന്. അജയ് നിന്നെ ഒരു രക്ഷയില്ല കേട്ടോ, നീ ഇങ്ങനെ ഫ്രെയിമിൽ ഇങ്ങനെ പോകുന്നതാണ്. ഞാൻ കുറച്ചേരം അവിടെ ഇരുന്നോട്ടെ. ഇവിടുത്തെ റൈസ് പാഡി മൊത്തം അവര് കൊയ്തെടുത്തോണ്ട് പോവാണ്. മെഷീൻ വെച്ചിട്ടാണ് ബോർഡർ സെറ്റ് ചെയ്യാണെന്ന് തോന്നുന്നു. ഫുള്ള് ഇവിടെ മൊത്തം റൈസ് പാഡിയാണ് ഉണ്ടാവുക ചുറ്റും. നമ്മളിത് അടുത്ത കേവിലേക്ക് പോകുന്നു. ഇത് വെറുതെ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഈ കേവിന്റെ ഉള്ളിൽ കയറിയപ്പം ഫുള്ള് ഇരുട്ടായി, ലൈറ്റ് ഒന്നുമില്ല. ആരൊക്കെയൊക്കെ വിളിക്കുന്നൊക്കെ ഉണ്ട്. മറ്റേ ചുരുളി സീൻ പോലെ. ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട്, ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട്. നിന്നെ കാണുന്നില്ല അവിടെ ഇരുന്നിട്ട്. അയ്യോ രക്ഷയില്ല കേട്ടോ. ഇതുപോലെ 3 കേവ് ഉണ്ടെന്നാണ് നമ്മുടെ ഡ്രാഗൺ പൈലി പറഞ്ഞത്. അവൻ പറഞ്ഞത് 3 കേവ് ആണ്. ഇപ്പൊ നമ്മളിതേ ഒരു കേവിന്റെ പാസ് ചെയ്തതേ നമ്മൾ പുറത്തേക്ക് വരും. അജയ് ഇരുന്നും കിടന്നും ഒക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. What your mind is telling you. നല്ല അടിപൊളി മഴയായിരുന്നു. നമ്മൾ ബോട്ട് റൈഡ് എല്ലാം കഴിഞ്ഞ് തിരിച്ചതായി ഇപ്പൊ ഇവിടെ എത്തിയാണ്. ഇപ്പൊ നമ്മൾ പോകുന്നത് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി ആയിട്ടുള്ള ഗുവാ കേവിലാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി. മഴ പെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ഫുള്ള് നനയൊക്കെ ചെയ്തു, ഡ്രസ്സ് ഫുള്ള് നനയെല്ലാം ചെയ്തു. ബോട്ട് റൈഡിന്റെ പകുതി ആയപ്പോഴത്തേക്ക് നല്ല മഴയായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഒക്കെയാണ്. അപ്പൊ ഇതിന്റെ മുകളിൽ നമുക്ക് ഡ്രാഗൺ ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പൊ മഴ കാരണം കുറച്ച് റിസ്ക് ആണ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കയറി പോവാൻ. അപ്പൊ എന്തായാലും നമുക്ക് ഗുവാ കേവിലേക്ക് പോവാം. മഴ പെയ്തുകൊണ്ട് കുറച്ച് നടക്കാനെല്ലാം ബുദ്ധിമുട്ടുണ്ട്, കാരണം ഫുള്ള് ചെളിയും വെള്ളവും എല്ലാം ആണ്. പിന്നെ ഈ ഒരു കേവിൻ്റെ എൻട്രൻസ് ഒരു തീം പാർക്ക് പോലെയാണ്. ഇവിടെ കുറേ ഇതുപോലെയുള്ള പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റിയ കുറേ സാധനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഡ്രാഗൺ. ഒരു 200 സ്റ്റെപ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓരോരോ സ്റ്റെപ്പ് വെച്ച് മുകളിലേക്ക് കയറി പോകണം. എൻ്റെ അമ്മച്ചി, നമുക്ക് സ്റ്റെപ്പ് കയറി 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 അതിൻ്റെ മുകളിലാണ് എത്തേണ്ടത്. ഇത്രയും താഴ്ചയിൽ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് വന്നേ. അയ്യോ, അതിൻ്റെ മുകളിൽ എത്തുമ്പോഴത്തേക്കും ഒരു പരുവാകും എൻ്റെ അമ്മേ. സോ ഫൈനലി നമ്മളിത് ഇതിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. ഭയങ്കര കഷ്ടപ്പാടാണ് കയറി വരാൻ. പക്ഷെ ഇവിടുത്തെ വ്യൂ വെറുതെ അടിപൊളിയാണ്. അജയ് ദേ പതിവ് പോലെ ഇവിടെയും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടന്നു പോയപ്പോഴാണ് ഈ കുട്ടികളെ കണ്ട്. നല്ല രസമുണ്ട് ഇവരുടെ ഡ്രസ്സല്ല. അപ്പം അജയ് ക്യാമറ എടുത്തില്ല, പക്ഷെ ഫോണിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാറയുടെ മുകളിലൊക്കെ കയറിയിട്ടാണ് ഇത് ഷൂട്ടൊക്കെ ചെയ്യുന്നത്. അവളും പാറയുടെ മുകളിലാണ്, അജയും പാറയുടെ മുകളിലാണ്. ഇതാണ് നമ്മുടെ ഡ്രാഗൺ. അവിടെ വരെ സ്റ്റെപ്പ് കയറി പോകാൻ എനിക്ക് പറ്റുമോന്ന് അറിയത്തില്ല. ഞാനപ്പോൾ ഇവിടുന്ന് സൂം ചെയ്തെടുത്തതാണ്. ആ കാണുന്ന അത്രയും സ്റ്റെപ്പ് കയറി പോയാലേ നമുക്ക് ഡ്രാഗണിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ആ മലയൊക്കെ കയറിയിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതാണ് നിംബിനിൽ നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് ഇവിടെയാണ്. നിംബിനാണെങ്കിലും ഹാലോൺ ബേ ആണെങ്കിലും ഹനോയിന്ന് ജസ്റ്റ് 2 hours 2.5 hours ബസ് ഡ്രൈവ് തന്നെയാണ് ഉള്ളത്. അജയ് ഇതേ മുകളിൽ ഇപ്പോഴും ഡ്രോൺ അവിടെ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ജസ്റ്റ് താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് എനിക്ക് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇവിടുന്ന് നമ്മൾ ഹനോയിന്ന് നാളെ ഹോച്ചിമിനിലേക്ക് പോകും. ഹോച്ചിമിനാണ് നമ്മുടെ ഈ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ വരുന്നത്. കാരണം ഹോച്ചിമിനാണ് നമുക്ക് തിരിച്ച് നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. നമ്മൾ വന്നിറങ്ങിയതും ഹോച്ചിമിനിലാണ്, തിരിച്ച് പോകുന്നതും ഹോച്ചിമിൻ തന്നെയാണ്. 3 days നമ്മൾ എന്തായാലും ഹോച്ചിമിനിൽ സ്പെൻഡ് ചെയ്യും. ഹോച്ചിമിൻ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ആകെ ഒരു 3 days ഉള്ളൂ. നമ്മൾ മറ്റേ കൂച്ചി ടണൽ, പിന്നെ അതേപോലെ വേറെ 1-2 സ്ഥലങ്ങളൊക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു മാസമായി ബോനി ആരോനെയും കണ്ടിട്ട് തന്നെ. പക്ഷെ പിള്ളേർ അവിടെ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ മമ്മീൻ്റെ അടുത്ത് അവർ ഭയങ്കര ഹാപ്പിയാണ്, ചില്ലാണ്. അവർക്ക്
അങ്ങനത്തെ പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. മമ്മി ഡെയിലി എന്നെ വിളിക്കാറുണ്ട്, വീഡിയോ കോളൊക്കെ ചെയ്യാറുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ പിള്ളേരെ കണ്ടിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസമായി. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ബസ്സിൻ്റെ അടുത്തേക്ക് കുറച്ചുകൂടി സ്റ്റെപ്സ് ഉണ്ട്, അത് ഇറങ്ങിയിട്ട് പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പം ഹനോയിലേക്ക് പോവുമായിരിക്കും. കാരണം ഇനി നമുക്ക് വേറെ ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ 3 സ്ഥലത്താണ് പോയത്. രാവിലെ നമ്മൾ പോയത് ആ ടെമ്പിളിൽ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ആ ബോട്ട് റൈഡാണ് എടുത്തത്. അതിൻ്റെ പേരാണ് എനിക്ക് കിട്ടാത്ത, പേരൊക്കെ ഓർത്ത് വെച്ച് പ്രൊനൗൺസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഈ ഡ്രാഗനെ കാണാൻ വേണ്ടിയിട്ട് ഇതൊരു ചെറിയൊരു ട്രെക്കിംഗ് പോലെയാണ്. ഇന്ന് വന്നതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി ആ ബോട്ട് റൈഡാണ്. കാരണം കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല അടിപൊളി വ്യൂ ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് കുറച്ച് മഴ പെയ്തപ്പം അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷെ ഭയങ്കര ഫണ്ണായിരുന്നു. മഴയുള്ളതൊന്നും അത്ര വലിയൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല, ഭയങ്കര ഫണ്ണായിരുന്നു, ശരിക്കും എൻജോയ് ചെയ്തു. ആ നമ്മുടെ എന്താ പറയുക, ബോട്ട് ഓടിച്ച ആളുടെ കയ്യിൽ ഒരു ബക്കറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ബക്കറ്റിൻ്റെ അകത്ത് ക്യാമറയും അതേപോലെ എല്ലാ കാര്യങ്ങളും, അങ്ങോട്ട് പോകാൻ സമയമുണ്ടോ, ആ ബക്കറ്റിൻ്റെ, അത് അജയ് അവിടെ നിന്നോ ചോദിച്ചാൽ, ആ ബക്കറ്റിൻ്റെ അകത്ത് നമുക്ക് ഡ്രോണും ക്യാമറയും ഒക്കെ വെക്കാൻ പറ്റി. ഇല്ലെങ്കിൽ ശരിക്കും പെട്ടുപോയേനെ, കാരണം അത്രയ്ക്കും നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ആ ബോട്ട് റൈഡിൻ്റെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ 3 കേവ് പാസ് ചെയ്താണ്. അത് രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. വീഡിയോയിൽ കാണുന്ന മാതിരി ഒന്നല്ല, അത് റിയലായിട്ട് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. സോ നിങ്ങൾ വിയറ്റ്നാമിൽ വരുവാണെങ്കിൽ എന്തായാലും വരേണ്ട, അല്ലെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട ഒരു ഡെസ്റ്റിനേഷനാണ് നിൻബിൻ. നിൻബിനിൽ പ്രത്യേകിച്ച് ആ ബോട്ട് റൈഡാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ട്രാങ്ങാനും ടാംകോയും ഉണ്ട്. അതിൻ്റെ അകത്ത് ട്രാങ്ങാൻ അല്ല ടാംകോ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പ്രൊനൗൺസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. നിൻബിനാണെങ്കിലും ഹാലോങ് ബേ ആണെങ്കിലും നമ്മളൊരു ടൂർ പാക്കേജ് ഓപ്റ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നന്നാവുക. നമുക്ക് ഒറ്റയ്ക്ക് പോയി വരാനുള്ള ഒരു ഡിസ്റ്റൻസ് അല്ല. പിന്നെ ഇവർക്കാണ് കറക്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ ഇതുപോലെ നമ്മൾ വഴിതെറ്റി പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവരാണ് നമ്മളെ തിരിച്ചു വിളിച്ച് നമ്മളെ കറക്റ്റ് സ്ഥലത്ത് എത്തിക്കും. കാരണം പ്രത്യേകിച്ച് അജയിൻ്റെ അടുത്ത് എല്ലാവരും ഇപ്പോൾ പറയും, എല്ലാ ടൂർ ഗൈഡ്സും പറയും കൃത്യസമയത്ത് തിരിച്ചു വരണം എന്നുള്ള. കാരണം അജയ് ആ ഒരു പേരങ്ങ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 5 o'clock വരണം എന്ന് പറഞ്ഞാൽ 5:30 വരുന്നുള്ളത്. അത് ഞാൻ വീഡിയോ വ്ളോഗ് എടുക്കുന്നത് തനിക്ക് മുടി മിനുക്കാനല്ല. ഇതൊക്കെ എല്ലാവരും കാണും കേട്ടോ. സംഭവം കുഴപ്പമില്ല, നൈസായിരുന്നു. കാരണം പിന്നെ ഇപ്പൊ ഡ്രാഗന്റെ അവിടെ പോകാനുള്ള സമയമില്ല. പിന്നെ ഡ്രാഗന്റെ അവിടുത്തെ വ്യൂ അത്ര അടിപൊളിയല്ല എന്നാണ് പോയ ആൾക്കാർ പറയുന്നത്. ശരിക്കും ഇവിടെയുള്ള വ്യൂ ആണ് അടിപൊളി. പഗോഡ വരെ നടന്ന് കയറാൻ പറ്റും, പിന്നെ അങ്ങോട്ട് സ്റ്റോൺസ് കയറിയിട്ടാവണം. അപ്പൊ എല്ലാ ആൾക്കാർക്കും പറ്റണമെന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പൊ നമുക്ക് സമയമില്ല, നമുക്ക് പോകണം. ഞാൻ അതുകൊണ്ട് ഡ്രാഗൺ പോലും ഞാൻ മിസ് ചെയ്തു. എന്തായാലും ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ബസ്സിന്റെ അങ്ങോട്ടേക്ക് പോകാം. On behalf of the tour operator, thank you guys so much for choosing us as a operation for your Ninh Binh tour also. Come on. Anyway. അപ്പോൾ ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് നമുക്കൊരു 2 hours ഡ്രൈവ് ഉണ്ട്. പിന്നെ ഇന്നൊരു ഫുൾ ഡേ ടൂർ ആയതുകൊണ്ട് തന്നെ ശരിക്കും ടയേർഡായി. അപ്പം ഞാൻ എന്തായാലും ബസ്സിൽ കിടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്. ടാറ്റാ.